ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപാവലി എല്ലാം ആകാനായി. അപ്പോൾ ദീപാവലിയുടെ ആഘോഷങ്ങൾക്ക് മധുരം കൂട്ടാനാണ് ഇന്നത്തെ റെസിപ്പി. ഗുലാബ് ജാം. സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഗുലാബ് ജാമിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു മിക്സും വാങ്ങാതെ വീട്ടിലുള്ള സാധനം വെച്ചുകൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മായിമ്മയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പുറകെ പറയാം. അപ്പോൾ ദീപാവലിയുടെ മധുരത്തിൻ്റെ യാത്ര തുടങ്ങിയാലോ. എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിനായിട്ട് 1 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. ഒപ്പം 1/4 സ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കൈ വെച്ചിട്ട്. ഈ ഒരു പരുവത്തിനായതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1 സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒരു 2 സ്പൂണ് പാലാണ് എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നത്. 2 സ്പൂണ് പാലൊഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് എനിക്ക് ആവശ്യം വന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചപ്പോൾ നന്നായിട്ട് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിനായതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ ഒരു ബോൾ പരുവത്തിലാക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിനാക്കിയതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടി ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. ഇതേപോലെ മൊത്തത്തിലൊന്ന് നീളത്തിൽ കുഴച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മുടെ കയ്യിൽ നന്നായിട്ട് എണ്ണ തേച്ച് നന്നായിട്ട് ബോൾ ഒരു നെല്ലിക്ക പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലൊന്നും പൊട്ടലൊന്നും വീഴാണ്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ എല്ലാം നമ്മൾ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഏകദേശം ഒരു തിള വരുമ്പോൾ ഇതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ചതച്ചതോ പൊടിച്ചതോ എന്തുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെയൊന്ന് വിടാം. അതിനുശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബോൾസ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറക്കാൻ ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ എണ്ണക്കടി തയ്യാറാക്കുമ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ ഇതിൽ ഇങ്ങനെയല്ല. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ബോൾസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കണം. കാരണം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പുറം ഭാഗം മാത്രം കരിഞ്ഞ് ഉള്ളു വേകാതായി പോവും. കാരണം നമ്മളിതിൽ പാൽപ്പൊടിയൊക്കെയാണ് ചേർത്തേക്കുന്നത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചെറിയൊരു ചൂട് വരുമ്പോഴേക്കും നമ്മൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇച്ചിരി ഒന്ന് കളറ് മാറി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് പതുക്കെ ഇതുപോലെ ഇളക്കി ഇളക്കി എല്ലാ ഭാഗവും ഒരേപോലെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കോരിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പരിവായതിന് ശേഷം നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പറയാം ഞാൻ എന്തുകൊണ്ടാണ് ഇതെൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. ഈ ചട്ടി കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതൽ ഞാൻ നോട്ടമിട്ട് വെച്ചിരുന്ന ചട്ടിയാണ്. അപ്പോൾ ഈ തവണ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ചട്ടി. അപ്പോൾ നോക്കി വെച്ച് അവസാനം ഞാനിത് പൊക്കി. അപ്പോൾ ഞാനിത് കട്ടെടുത്തതൊന്നുമല്ല, അമ്മേനോട് ചോദിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു ഞാനിത് നോട്ടമിട്ട് വെച്ചിരുന്ന ചട്ടിയായിരുന്നു എന്ന്. കണ്ടാൽ നല്ല രസമുണ്ട്. നമ്മുടെ ഒരു കൈയിൻ്റെ ഉള്ളം കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള ഒരു കുഞ്ഞു ചട്ടി. അപ്പോൾ ഇത് കുറച്ചും കൂടി മുന്നേ പറഞ്ഞായിരുന്നെങ്കിൽ ഈ ചട്ടി എൻ്റെ കയ്യിൽ കുറച്ചും കൂടി മുന്നേ എത്തിയാനേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അമ്മായിയമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അമ്മായിയമ്മയ്ക്ക് ഷുഗറൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിയവൻ്റെ വീട്ടിലും സ്വന്തം വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കാണുമ്പോൾ നമ്മൾ അവിടുന്ന് എടുത്തിട്ട് പോരുന്ന സ്ഥിരം പതിവാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.